18/1/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. പിതാശ്രീജിയുടെ പുണ്യ സ്മൃതി ദിവസത്തിൽ രാവിലെ ക്ലാസ്സിൽ കേൾപ്പിക്കുന്നതിനായി ബാബ്ദാദയുടെ മധുര അമൂല്യ മഹാവാക്യം. ഓം ശാന്തി. ആത്മീയ പിതാവ് ഇപ്പോൾ കുട്ടികളായ നിങ്ങളുമായി ആത്മീയ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ശിക്ഷണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ടീച്ചറിൻ്റെ ജോലിയാണ് ശിക്ഷണം നൽകുക എന്നത്, ഗുരുവിൻ്റെ ജോലിയാണ് ലക്ഷ്യം പറഞ്ഞു തരിക എന്നത്. ലക്ഷ്യമാണ് മുക്തി, ജീവൻ മുക്തിയുടേത്. മുക്തിക്ക് വേണ്ടി ഓർമ്മയുടെ യാത്ര വളരെ ആവശ്യമാണ്. ജീവൻ മുക്തിക്ക് വേണ്ടി രചനയുടെ ആദ്യ മധ്യ അന്ത്യത്തെ അറിയേണ്ടതും ആവശ്യമാണ്. ഇപ്പോൾ 84ൻ്റെ ചക്രം പൂർത്തിയാകുന്നു. ഇപ്പോൾ തിരികെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. സ്വയം തന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിലൂടെ വളരെയധികം സന്തോഷം വരും. പിന്നെ മറ്റുള്ളവരെയും സന്തോഷത്തിലേക്ക് കൊണ്ടുവരും. മറ്റുള്ളവരോടും ദയ കാണിക്കേണ്ടതുണ്ട്. വഴി പറഞ്ഞു കൊടുക്കുന്നതിൻ്റെയും തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനം ആക്കുന്നതിൻ്റെയും. ബാബ കുട്ടികളായ നിങ്ങൾക്ക് പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും ഗഹനഗതിയും മനസ്സിലാക്കിച്ചു തന്നു. പുണ്യം എന്താണ്, പാപം എന്താണ്? ഏറ്റവും വലിയ പുണ്യമാണ് ബാബയെ ഓർമ്മിക്കുന്നതും മറ്റുള്ളവർക്കും ഓർമ്മ വരുത്തുന്നതും. സെൻറ്റർ തുറക്കുന്നത്, ശരീരവും മനസ്സും ധനവും മറ്റുള്ളവരുടെ സേവനത്തിൽ വിനിയോഗിക്കുന്നത്, ഇത് പുണ്യമാണ്. സംഘദോഷത്തിൽ വന്ന് വ്യർത്ഥ ചിന്തനത്തിലും പരചിന്തനത്തിലും തൻ്റെ സമയം പാഴാക്കുന്നത്, ഇത് പാപമാണ്. അഥവാ ആരെങ്കിലും പുണ്യം ചെയ്ത് പാപം ചെയ്യുകയാണെങ്കിൽ ചെയ്ത സമ്പാദ്യം മുഴുവൻ ഇല്ലാതായി പോകുന്നു. എന്തെല്ലാം പുണ്യം ചെയ്തുവോ അതെല്ലാം ഇല്ലാതായി പോകുന്നു. പിന്നെ ശേഖരണത്തിന് പകരം സമാപ്തമാകുന്നു. പാപകർമ്മത്തിൻ്റെ ശിക്ഷയും ജ്ഞാനി ആത്മാക്കളായ കുട്ടികൾക്ക് 100 ഇരട്ടിയാണ്. കാരണം സദ്ഗുരുവിൻ്റെ നിന്ദകനായി മാറുന്നു. അതിനാൽ ബാബ ശിക്ഷണം നൽകുന്നു. മധുരമായ കുട്ടികളെ, ഒരിക്കലും പാപകർമ്മം ചെയ്യരുത്. വികാരങ്ങളുടെ മുറിവേൽക്കുന്നതിൽ നിന്നും സുരക്ഷിതരായിരിക്കണം. ബാബയ്ക്ക് കുട്ടികളിൽ സ്നേഹവുമുണ്ട്, ദയയും ഉണ്ടാകുന്നു. ബാബ അനുഭവം കേൾപ്പിക്കുന്നു. എപ്പോഴാണോ ഏകാന്തതയിൽ ഇരിക്കുന്നത് അപ്പോൾ ആദ്യം അനന്യരായ കുട്ടികൾ ഓർമ്മ വരുന്നു. വിദേശത്തായിരുന്നാലും എവിടെയായിരുന്നാലും ശരി, ചില നല്ല സർവീസബിൾ കുട്ടി ശരീരം ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ ആ ആളുടെ ആത്മാവിനെയും ഓർമ്മിച്ച് സെർച്ച് ലൈറ്റ് നൽകുന്നു. ഇത് കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്. ഇവിടെ 2 വിളക്കുകളാണ്, 2 ലൈറ്റും ഒരുമിച്ചാണ്. ഇത് രണ്ടും ശക്തമായ ലൈറ്റാണ്. രാവിലെയുള്ള ടൈം നല്ലതാണ്. സ്നാനം ചെയ്ത് ഏകാന്തതയിലേക്ക് പോകണം. ഉള്ളിൽ സന്തോഷവും വളരെയധികം ഉണ്ടായിരിക്കണം. പരിധിയില്ലാത്ത ബാബയിരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. മധുരമായ കുട്ടികളെ, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി പിതാവായ എന്നെയും എൻ്റെ വീടിനെയും ഓർമ്മിക്കൂ. കുട്ടികളെ, ഈ ഓർമ്മയുടെ യാത്ര ഒരിക്കലും മറന്നു പോകരുത്. ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങൾ പാവനമാകുന്നത്. പാവനമാകാതെ നിങ്ങൾക്ക് തിരികെ വീട്ടിലേക്ക് പോകുവാൻ സാധിക്കില്ല. മുഖ്യമായത് തന്നെ ജ്ഞാനവും യോഗവുമാണ്. ബാബയുടെ അടുക്കൽ ഈ വളരെ വലിയ ഖജനാവുണ്ട്. അത് കുട്ടികൾക്ക് നൽകുന്നു. ഇതിൽ യോഗത്തിൻ്റേത് വളരെ വലിയ സബ്ജക്റ്റാണ്. കുട്ടികൾ നല്ല രീതിയിൽ ഓർമ്മിക്കുന്നുവെങ്കിൽ ബാബയുടെയും ഓർമ്മയുമായി ഓർമ്മ ചേരുന്നു. ഓർമ്മയിലൂടെ കുട്ടികൾ ബാബയെ ആകർഷിക്കുന്നു. അവസാനം വരുന്നവരിൽ ഉയർന്ന പദവി നേടുന്നവർ ആരാണോ അതിൻ്റെ ആധാരവും ഓർമ്മയാണ്. അവർ ആകർഷിക്കുന്നു. ബാബ ദയ കാണിക്കൂ, കൃപ കാണിക്കൂ എന്ന് പറയാറുണ്ടല്ലോ. ഇതിലും മുഖ്യമായി വേണ്ടത് ഓർമ്മയാണ്. ഓർമ്മയിലൂടെ തന്നെയാണ് കറണ്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ ആത്മാവ് ഹെൽത്തി ആകുന്നു, നിറഞ്ഞതാകുന്നു. ഏതെങ്കിലും സമയത്ത്
ബാബയ്ക്ക് ഏതെങ്കിലും കുട്ടികൾക്ക് കറണ്ട് നൽകണമെങ്കിൽ നിദ്ര പോലും ഒഴിവായി പോകുന്നു. ഇന്നയാൾക്ക് കറണ്ട് നൽകണം എന്ന ചിന്ത നിലനിൽക്കുന്നു. നിങ്ങൾക്കറിയാം, കറണ്ട് ലഭിക്കുന്നതിലൂടെ ആയുസ് വർദ്ധിക്കുന്നു, എവർ ഹെൽത്തി ആകുന്നു. ഒരു സ്ഥാനത്തിരുന്ന് ഓർമ്മിക്കണം എന്നുമല്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും കാര്യങ്ങൾ ചെയ്യുമ്പോഴും ബാബയെ ഓർമ്മിക്കൂ. മറ്റുള്ളവർക്ക് കറണ്ട് നൽകണമെങ്കിൽ രാത്രിയിലും ഉണരൂ. കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, രാവിലെ എഴുന്നേറ്റ് എത്രത്തോളം ബാബയെ ഓർമ്മിക്കുമോ അത്രയും ആകർഷണം ഉണ്ടാകും. ബാബയും സെർച്ച് ലൈറ്റ് നൽകും. ആത്മാവിനെ ഓർമ്മിക്കുക എന്നാൽ സെർച്ച് ലൈറ്റ് നൽകുക എന്നർത്ഥം. പിന്നെ ഇതിനെ കൃപ എന്ന് പറയാം, ആശീർവാദം എന്ന് പറയാം. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഇത് അനാദിയും മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടതുമായ ഡ്രാമയാണ്. ഇത് തോൽവിയുടെയും ജയത്തിൻ്റെയും കളിയാണ്. എന്ത് സംഭവിക്കുന്നോ അത് ശരിയാണ്. ക്രിയേറ്ററിന് ഡ്രാമ തീർച്ചയായും ഇഷ്ടമുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ക്രിയേറ്ററിൻ്റെ കുട്ടികൾക്കും ഇഷ്ടമുണ്ടാകും. ഈ ഡ്രാമയിൽ ബാബ ഒരേ ഒരു തവണ കുട്ടികളുടെ അടുക്കൽ ഹൃദയപൂർവവും സ്നേഹപൂർവവും കുട്ടികളുടെ സേവനം ചെയ്യാൻ വരുന്നു. ബാബയ്ക്കാണെങ്കിൽ എല്ലാ കുട്ടികളും പ്രിയമാണ്. നിങ്ങൾക്കറിയാം, സത്യയുഗത്തിലും എല്ലാവരും അന്യോന്യം വളരെയധികം സ്നേഹിക്കുന്നു. മൃഗങ്ങളിൽ പോലും സ്നേഹം ഉണ്ടായിരിക്കും. സ്നേഹത്തോടെ കഴിയാത്ത ഒരു മൃഗവും ഉണ്ടായിരിക്കില്ല. അപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ഇവിടെ മാസ്റ്റർ സ്നേഹത്തിൻ്റെ സാഗരം ആകണം. ഇവിടെ ആവുകയാണെങ്കിൽ ആ സംസ്കാരം അവിനാശിയായി മാറും. ബാബ പറയുന്നു, കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ കൃത്യമായി വീണ്ടും പ്രിയപ്പെട്ടവർ ആക്കുവാൻ വന്നിരിക്കുന്നു. എപ്പോഴെങ്കിലും ഏതെങ്കിലും കുട്ടികളുടെ ദേഷ്യത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ ബാബ ശിക്ഷണം നൽകുന്നു. കുട്ടികളെ, ദേഷ്യപ്പെടുന്നത് ശരിയല്ല. ഇതിലൂടെ നിങ്ങളും ദുഃഖിതരാകും, മറ്റുള്ളവരെയും ദുഃഖിപ്പിക്കും. ബാബ സദാകാലത്തേക്കുള്ള സുഖം നൽകുന്നവനാണ്. അപ്പോൾ കുട്ടികൾക്കും ബാബയ്ക്ക് സമാനം ആകേണ്ടതുണ്ട്. പരസ്പരം ഒരിക്കലും ദുഃഖം നൽകരുത്. വളരെ വളരെ ലവ്ലി ആകണം. ലവ്ലിയായ ബാബയെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കുകയാണെങ്കിൽ തൻ്റെയും മംഗളമുണ്ട്, മറ്റുള്ളവരുടെയും മംഗളം ചെയ്യും. ഇപ്പോൾ വിശ്വത്തിൻ്റെ അധികാരി നിങ്ങളുടെ അടുക്കൽ അതിഥിയായി വന്നിരിക്കുന്നു. കുട്ടികളായി നിങ്ങളുടെ സഹയോഗത്തോടെ തന്നെയാണ് വിശ്വത്തിൻ്റെ മംഗളമുണ്ടാകേണ്ടത്. ഇതുപോലെ ആത്മീയ കുട്ടികളായ നിങ്ങൾക്ക് ബാബ അതിപ്രിയമായി തോന്നുന്നുവോ, അതേപോലെ ബാബയ്ക്കും ആത്മീയ കുട്ടികളായി നിങ്ങൾ വളരെ പ്രിയമായി തോന്നുന്നു. കാരണം നിങ്ങൾ തന്നെയാണ് ശ്രീമത്ത് അനുസരിച്ച് മുഴുവൻ വിശ്വത്തിൻ്റെ മംഗളം ചെയ്യുന്നവർ. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഈശ്വരീയ പരിവാരത്തിൽ ഇരിക്കുകയാണ്. ബാബ മുന്നിലിരിക്കുകയാണ്. നിന്നോടൊപ്പം കഴിക്കും, നിന്നോടൊപ്പം ഇരിക്കും. നിങ്ങൾ അറിയുന്നുണ്ട്, ശിവ് ബാബ ഈ ദേഹത്തിൽ വന്ന് പറയുന്നു, മധുരമായ കുട്ടികളെ, ദേഹസഹിതം ദേഹത്തിൻ്റെ എല്ലാ സംബന്ധങ്ങളും മറന്ന് എന്നെ മാത്രം ഓർമ്മിക്കൂ. ഇത് അന്തിമ ജന്മമാണ്. ഈ പഴയ ലോകവും പഴയ ദേഹവും ഇല്ലാതാകാൻ പോകുന്നു. താങ്കൾ മരിച്ചുവെങ്കിൽ ലോകം മരിച്ചു എന്ന് ചൊല്ലുമുണ്ട്. പുരുഷാർത്ഥത്തിനു വേണ്ടി സംഗമത്തിൻ്റെ ചെറിയൊരു സമയമാണുള്ളത്. കുട്ടികൾ ചോദിക്കുന്നു, ബാബ ഈ പഠനം എപ്പോൾ വരെ തുടരും? ദൈവിക രാജധാനി സ്ഥാപിതമാകുന്നത് വരെയും കേൾപ്പിച്ചുകൊണ്ടിരിക്കും. പിന്നെ പുതിയ ലോകത്തിൽ ട്രാൻസ്ഫർ ആകും. ബാബ എത്ര നിരഹങ്കാരത്തോടെ കുട്ടികളായി നിങ്ങളുടെ സേവനം ചെയ്യുന്നു. അപ്പോൾ കുട്ടികളായ നിങ്ങളും ഇത്രയും സേവനം ചെയ്യേണ്ടതാണ്. ശ്രീമത്തിലൂടെ നടക്കേണ്ടതാണ്. എവിടെയെങ്കിലും സ്വന്തം മതം കാണിച്ചുവെങ്കിൽ ഭാഗ്യത്തിന് വരവീഴും. നിങ്ങൾ ബ്രാഹ്മണർ ഈശ്വരീയ സന്താനമാണ്. ബ്രഹ്മാവിൻ്റെ സന്താനങ്ങൾ സഹോദരീ സഹോദരന്മാരാണ്. ഈശ്വരീയ പൗത്രരും പൗത്രിമാരുമാണ്.
ആ ഒന്നിൽ നിന്നും സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം പുരുഷാർത്ഥം ചെയ്യുമോ അത്രയും പദവി നേടും. ഇതിൽ സാക്ഷിയായിരിക്കുന്നതിൻ്റെയും വളരെയധികം അഭ്യാസം ആവശ്യമാണ്. ബാബയുടെ ആദ്യത്തെ ആജ്ഞയാണ് അശരീരി ഭവ ദേഹി അഭിമാനി ഭവ. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി പിതാവായ എന്നെ ഓർമ്മിക്കൂ. അപ്പോൾ തന്നെയാണ് കല്ലർപ്പ് ചേർന്നിരിക്കുന്നത് മാറുന്നത് സത്യമായ സ്വർണമായി മാറും. കുട്ടികളായി നിങ്ങൾക്ക് അധികാരത്തോടെ പറയാൻ സാധിക്കും, ബാബ, ഓ മധുരമായ ബാബ, അങ്ങ് എന്നെ സ്വന്തമാക്കി സർവ്വതും സമ്പത്തായി നൽകി. ഈ സമ്പത്തിനെ ആർക്കും തട്ടിയെടുക്കുവാൻ സാധിക്കില്ല. കുട്ടികളായ നിങ്ങൾക്ക് ഇത്രയും ലഹരി ഉണ്ടായിരിക്കേണ്ടതാണ്. നിങ്ങൾ തന്നെയാണ് എല്ലാവർക്കും മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും വഴി പറഞ്ഞു കൊടുക്കുന്ന ലൈറ്റ് ഹൗസ്. എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും നിങ്ങൾ ലൈറ്റ് ഹൗസ് ആയി ഇരിക്കൂ. ബാബ പറയുന്നു, കുട്ടികളെ, ഇപ്പോൾ ടൈം വളരെ കുറവാണ്. ഒരു നിമിഷം, അരനിമിഷം എന്ന് പാടപ്പെടുകയും ചെയ്യുന്നു. എത്ര സാധിക്കുമോ ഒരു ബാബയെ ഓർമ്മിക്കുന്നതിൽ മുഴുകൂ. പിന്നെ ചാർട്ടും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യൂ. ശരി. മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ ലക്കിയും ലവ്ലിയുമായ ജ്ഞാന നക്ഷത്രങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ ഹൃദയപൂർവവും സ്നേഹപൂർവവുമുള്ള സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. അവ്യക്ത മഹാവാക്യം. നിരന്തര യോഗിയാകൂ. ഏതുപോലെ ഒരു സെക്കൻഡിൽ സ്വിച്ച് ഓണും ഓഫും ചെയ്യുന്നുവോ അതേപോലെ തന്നെ ഒരു സെക്കൻഡിൽ ശരീരത്തിൻ്റെ ആധാരം എടുത്തു. പിന്നെ ഒരു സെക്കൻഡിൽ ശരീരത്തിൽ നിന്നും ഉപരിയായി അശരീരി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ. ഈ നിമിഷം ശരീരത്തിൽ വന്നു, ഇപ്പോൾ തന്നെ അശരീരിയായി മാറി. ഈ പ്രാക്ടീസ് ചെയ്യണം. ഇതിനെ തന്നെയാണ് കർമാതീത അവസ്ഥ എന്ന് പറയുന്നത്. ഏതുപോലെ ഏതെങ്കിലും വസ്ത്രം ധാരണ ചെയ്യുന്നതോ ചെയ്യാതിരിക്കുന്നതോ തൻ്റെ കയ്യിലാണുള്ളത്. ആവശ്യകത ഉണ്ടായി ധാരണ ചെയ്തോ, ആവശ്യകതയില്ലെങ്കിൽ ഊരി മാറ്റി. ഇതേപോലെയുള്ള അനുഭവം ഈ ശരീരമാകുന്ന വസ്ത്രം ധാരണ ചെയ്യുന്നതിലും മാറുന്നതിലും ഉണ്ടാകണം. കർമ്മം ചെയ്യുമ്പോഴും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാകണം. ആരെങ്കിലും വസ്ത്രം ധാരണ ചെയ്ത് കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, കാര്യം പൂർത്തിയായി വസ്ത്രത്തിൽ നിന്നും വേറിട്ടതായി എന്ന പോലെ ശരീരവും ആത്മാവും രണ്ടിൻ്റെയും വേറിട്ട അവസ്ഥ നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും അനുഭവപ്പെടണം. ചിലതിൻ്റെ പ്രാക്ടീസ് ഉണ്ടാകാറുണ്ടല്ലോ. എന്നാൽ ഈ പ്രാക്ടീസ് ആർക്കാണ് സാധ്യമാകുന്നത്? ആരാണോ ശരീരത്തോടൊപ്പം അഥവാ ശരീരത്തിൻ്റെ സംബന്ധത്തിൽ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ, ശരീരത്തിൻ്റെ ലോകം, സംബന്ധം അഥവാ അനേകം ഏതെല്ലാം വസ്തുക്കളുണ്ടോ അവയിൽ നിന്നും തീർത്തും ഡിറ്റാച്ച് ആയിരിക്കുമോ, അല്പം പോലും മോഹം ഇല്ലാതിരിക്കുമോ, അപ്പോൾ വേറിട്ടതാകാൻ സാധിക്കും. അഥവാ സൂക്ഷ്മ സങ്കല്പത്തിലെങ്കിലും ഭാരരഹിതാവസ്ഥ ഇല്ലെങ്കിൽ ഡിറ്റാച്ച് ആകാൻ സാധിക്കില്ല. അപ്പോൾ വേറിട്ട അവസ്ഥ അനുഭവിക്കാൻ സാധിക്കില്ല. ഓരോരുത്തരും ഇപ്പോൾ ഈ പ്രാക്ടീസ് ചെയ്യണം. തീർത്തും വേറിട്ട അവസ്ഥയുടെ അനുഭവം ഉണ്ടാകണം. ഈ സ്റ്റേജിൽ ഇരിക്കുന്നതിലൂടെ അന്യ ആത്മാക്കൾക്കും താങ്കളിലൂടെ വേറിട്ട അവസ്ഥയുടെ അനുഭവം ഉണ്ടാകും. അവരും അനുഭവിക്കും. ഏതുപോലെ യോഗത്തിൽ ഇരിക്കുന്ന സമയത്ത് പല ആത്മാക്കൾക്കും അനുഭവം ഉണ്ടാകുന്നുവല്ലോ. ഈ ഡ്രിൽ ചെയ്യിക്കുന്നവർ വേറിട്ട സ്റ്റേജിലാണ് എന്ന്. ഇപ്രകാരം നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ഫരിസ്ത സ്ഥിതിയുടെ സാക്ഷാത്കാരമുണ്ടാകും. ഇവിടെ ഇരിക്കുമ്പോഴും അനേകം ആത്മാക്കൾക്ക് ആരെല്ലാം താങ്കളുടെ സത്യുഗി ഫാമിലിയിൽ സമീപം വരുന്നവരായിരിക്കുമോ അവർക്ക് താങ്കളുടെ ഫരിസ്ത രൂപത്തിൻ്റെ
ഭാവിയിലെ രാജ്യപദത്തിൻ്റെയും രണ്ടിൻ്റെയും ഒരുമിച്ചുള്ള സാക്ഷാത്കാരം ഉണ്ടാകും. ഇതുപോലെ തുടക്കത്തിൽ ബ്രഹ്മാവിൽ സമ്പൂർണ്ണ സ്വരൂപവും ശ്രീകൃഷ്ണൻ്റെയും രണ്ടിൻ്റെയും സാക്ഷാത്കാരം ഒരുമിച്ച് കണ്ടിരുന്നു. ഇപ്രകാരം ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ ഡബിൾ രൂപത്തിൻ്റെ സാക്ഷാത്കാരം ഉണ്ടാകും. നമ്പർ വൈസായി ഈ വേറിട്ട സ്റ്റേജിൽ വന്നുകൊണ്ടിരിക്കുന്നതനുസരിച്ച് താങ്കൾക്കും ഈ ഡബിൾ സാക്ഷാത്കാരം ഉണ്ടാകും. ഇപ്പോൾ ഈ പൂർണ്ണ പ്രാക്ടീസ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെയും ഇവിടെയും നിന്ന് ഈ സമാചാരം വരാൻ ആരംഭിക്കും. ഏതുപോലെ തുടക്കത്തിൽ വീട്ടിലിരിക്കുമ്പോഴും അനേകം സമീപം വരുന്ന ആത്മാക്കൾക്ക് സാക്ഷാത്കാരം ഉണ്ടായല്ലോ, അതേപോലെ ഇപ്പോഴും സാക്ഷാത്കാരം ഉണ്ടാകും. ഇവിടെ ഇരിക്കുമ്പോഴും പരിധിയില്ലാത്ത രീതിയിൽ താങ്കളുടെ സൂക്ഷ്മ സ്വരൂപം സർവീസ് ചെയ്യും. ഇപ്പോൾ ഈ സർവീസ് അവശേഷിക്കുകയാണ്. സാകാരത്തിൽ എല്ലാവരും എക്സാമ്പിൾ കണ്ടു. എല്ലാ കാര്യങ്ങളും നമ്പർ വൈസായി ഡ്രാമയനുസരിച്ച് നടക്കേണ്ടതുണ്ട്. എത്രത്തോളം സ്വയം ആകാരി ഫരിസ്ത സ്വരൂപത്തിൽ ആയിരിക്കുമോ അത്രയും താങ്കളുടെ ഫരിസ്ത രൂപം സർവീസ് ചെയ്യും. ആത്മാവിന് മുഴുവൻ വിശ്വത്തെയും ചുറ്റി സഞ്ചരിക്കുന്നതിന് എത്ര സമയമെടുക്കുന്നു? ഇപ്പോൾ താങ്കളുടെ സൂക്ഷ്മ സ്വരൂപവും സർവീസ് ചെയ്യും. എന്നാൽ ഈ വേറിട്ട സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നവരുടേതായിരിക്കും. സ്വയം ഫരിസ്ത രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവരുടേതായിരിക്കും. തുടക്കത്തിൽ എല്ലാ സാക്ഷാത്കാരവും ഉണ്ടായി. ഫരിസ്ത രൂപത്തിൽ സമ്പൂർണ്ണ സ്റ്റേജും പുരുഷാർത്ഥി സ്റ്റേജും രണ്ടിൻ്റെയും പ്രത്യേകം സാക്ഷാത്കാരം ഉണ്ടാകുമായിരുന്നു. ഏതുപോലെ സാകാര ബ്രഹ്മാവിൻ്റെയും സമ്പൂർണ്ണ ബ്രഹ്മാവിൻ്റെയും പ്രത്യേകം സാക്ഷാത്കാരം ഉണ്ടാകുമായിരുന്നു, അതേപോലെ അനന്യരായ കുട്ടികളുടെ സാക്ഷാത്കാരവും ഉണ്ടാകും. കോലാഹലങ്ങൾ എപ്പോഴുണ്ടാകുമോ അപ്പോൾ സാകാര ശരീരത്തിലൂടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പ്രഭാവവും ഈ സർവീസിലൂടെയാണ് ഉണ്ടാവുക. ഏതുപോലെ തുടക്കത്തിലും സാക്ഷാത്കാരത്തിലൂടെ തന്നെയാണല്ലോ പ്രഭാവമുണ്ടായത്. പരോക്ഷവും അപരോക്ഷവുമായ അനുഭവം പ്രഭാവം ഉണ്ടാക്കി. അതേപോലെ അന്തിമത്തിലും ഇതേ സർവീസ് നടക്കേണ്ടതുണ്ട്. തൻ്റെ സമ്പൂർണ്ണ സ്വരൂപത്തിൻ്റെ സാക്ഷാത്കാരം സ്വയം തനിക്ക് ഉണ്ടാകുന്നുണ്ടോ? ഇപ്പോൾ ശക്തികളെ വിളിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പരമാത്മാവിനെ വിളിക്കുന്നത് കുറവാണ്. ശക്തികളുടെ വിളി തീവ്ര വേഗത്തിലൂടെ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാക്ടീസ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടതുണ്ട്. ശീലം ഉണ്ടാകുന്നതിലൂടെ പിന്നെ വളരെയധികം ആനന്ദം ഫീലാകും. ഒരു സെക്കൻഡിൽ ആത്മാവ് ശരീരത്തിൽ നിന്നും വേറിടും. പ്രാക്ടീസ് ആയിക്കൊള്ളും. ഇപ്പോൾ ഈ പുരുഷാർത്ഥം ചെയ്യണം. വർത്തമാന സമയത്ത് മനനശക്തിയിലൂടെ ആത്മാവിൽ സർവശക്തികളും നിറയ്ക്കുന്നതിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ മഗ്ന അവസ്ഥ നിലനിൽക്കും. വിഘ്നം ഇല്ലാതാവുകയും ചെയ്യും. വിഘ്നങ്ങളുടെ അലകൾ വരുന്നത് ആത്മീയതയുടെ ഭാഗത്തുള്ള ഫോഴ്സ് കുറഞ്ഞു പോകുമ്പോഴാണ്. അപ്പോൾ വർത്തമാന സമയത്ത് ശിവരാത്രിയുടെ സർവീസിന് മുമ്പേ സ്വയം തന്നിൽ ശക്തി നിറയ്ക്കുന്നതിൻ്റെ ഫോഴ്സ് ആവശ്യമാണ്. യോഗത്തിൻ്റെ പ്രോഗ്രാംസ് വയ്ക്കുന്നുണ്ടെങ്കിലും യോഗത്തിലൂടെ ശക്തികളുടെ അനുഭവം ചെയ്യിക്കണം. ഇപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സസിൻ്റെ ആവശ്യകതയുണ്ട്. പ്രാക്ടിക്കലിൽ തൻ്റെ ബലത്തിൻ്റെ ആധാരത്തിലൂടെ മറ്റുള്ളവർക്ക് ബലം നൽകണം. കേവലം പുറമേയുള്ള സർവീസിൻ്റെ പ്ലാൻ ചിന്തിച്ചാൽ പോരാ. എന്നാൽ തൻ്റെ നേർക്ക് പൂർണ്ണ ദൃഷ്ടി ആവശ്യമാണ്. ആരാണോ നിമിത്തമായിരിക്കുന്നത് അവർക്ക് ഈ ഒരു ചിന്ത വരണം: നമ്മുടെ പൂന്തോട്ടം ഏത് കാര്യത്തിൽ ദുർബലമാണ്? ഏതെങ്കിലും രീതിയിലൂടെ തൻ്റെ പൂന്തോട്ടത്തിൻ്റെ ദൗർബല്യത്തിന്മേൽ കടുത്ത ദൃഷ്ടി വയ്ക്കേണ്ടത് ആവശ്യമാണ്. സമയം കൊടുത്തും ദൗർബല്യങ്ങളെ ഇല്ലായ്മ ചെയ്യേണ്ടതുണ്ട്. സാകാര രൂപത്തിൽ ഇത് കണ്ടു. ഏതെങ്കിലും ഇങ്ങനെയുള്ള അലകളുടെ സമയം ഉണ്ടാകുമായിരുന്നപ്പോൾ
ദിനരാത്രം സകാശ് നൽകുന്നതിൻ്റെ വിശേഷ സർവീസും വിശേഷ പ്ലാൻസും നടക്കുമായിരുന്നു. നിർബല ആത്മാക്കളിൽ ബലം നിറയ്ക്കുന്നതിൻ്റെ വിശേഷ അറ്റൻഷൻ ഉണ്ടായിരുന്നു. അതിലൂടെ അനേകം ആത്മാക്കൾക്ക് അനുഭവവും ഉണ്ടാകുമായിരുന്നു. രാത്രികളിൽ പോലും സമയം കണ്ടെത്തി ആത്മാക്കളെ സകാശ് നിറയ്ക്കുന്നതിൻ്റെ സർവീസ് നടന്നിരുന്നു. ഇപ്പോൾ വിശേഷിച്ച് സകാശ് നൽകുന്നതിൻ്റെ സർവീസ് ചെയ്യണം. ലൈറ്റ് ഹൗസും വൈറ്റ് ഹൗസുമായി ഈ സർവീസ് വിശേഷിച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 4 ഭാഗത്തും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും പ്രഭാവം വ്യാപിക്കും. ഇപ്പോൾ ഈ ഒരു ആവശ്യകതയുണ്ട്. ഏതുപോലെ ഒരാൾ ധനികനാണെങ്കിൽ തൻ്റെ സമീപ ബന്ധുക്കൾക്ക് സഹായം നൽകി ഉയരങ്ങളിൽ ഉയർത്തുന്നു. ഇപ്രകാരം വർത്തമാന സമയത്ത് ഏതെല്ലാം ദുർബല ആത്മാക്കൾ സമ്പർക്കത്തിലും സംബന്ധത്തിലുമുണ്ടോ അവർക്ക് വിശേഷ സകാശ് നൽകേണ്ടതുണ്ട്. ശരി. വരദാനം. 1000 കൈകളുള്ള ബ്രഹ്മബാബയുടെ കൂട്ടുകെട്ട് നിരന്തരം അനുഭവിക്കുന്ന സത്യമായ സ്നേഹിയായി ഭവിക്കട്ടെ. വർത്തമാന സമയത്ത് 1000 കൈകളുള്ള ബ്രഹ്മബാബയുടെ രൂപത്തിൻ്റെ പാർട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതുപോലെ ആത്മാവില്ലാതെ കൈകൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അതേപോലെ ബാബ്ദാദയില്ലാതെ ഭുജങ്ങളാകുന്ന കുട്ടികൾക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. ഓരോ കാര്യത്തിലും ആദ്യം ബാബയുടെ സഹയോഗമുണ്ട്. സ്ഥാപനയുടെ പാർട്ട് ഉള്ളതുവരെയും ബാബ്ദാദ കുട്ടികളുടെ ഓരോ സങ്കല്പത്തിലും ഓരോ സെക്കൻഡിലും കൂടെയുണ്ട്. അതിനാൽ ഒരിക്കലും വേർപിരിയലിൻ്റെ തിരശീലയിട്ട് വിയോഗി ആകാതിരിക്കൂ. സ്നേഹത്തിൻ്റെ സാഗരത്തിൻ്റെ അലകളിൽ ആടൂ, ഗുണങ്ങൾ പാടൂ, എന്നാൽ മുറിവേറ്റവരാകരുത്. ബാബയോടുള്ള സ്നേഹത്തിൻ്റെ പ്രത്യക്ഷ സ്വരൂപമായ സേവനത്തിൻ്റെ സ്നേഹിയാകൂ. സ്ലോഗൻ. അശരീരി സ്ഥിതിയുടെ അനുഭവവും അഭ്യാസവും തന്നെയാണ് നമ്പർ മുന്നോട്ട് വരുന്നതിൻ്റെ ആധാരം. തൻ്റെ ശക്തിശാലി മനസ്സിലൂടെ സകാശ് നൽകുന്നതിൻ്റെ സേവനം ചെയ്യൂ. ഓരോ സമയവും ഓരോ ആത്മാവിനെ പ്രതിയും മനസ്സ സ്വതവേ ശുഭഭാവനയുടെയും ശുഭകാമനയുടെയും ശുദ്ധ വൈബ്രേഷൻ ഉള്ളവരായി സ്വയവും മറ്റുള്ളവർക്കും അനുഭവപ്പെടണം. മനസ്സിൽ നിന്നും ഓരോ സമയത്തും സർവ ആത്മാക്കളെ പ്രതിയും ആശീർവാദങ്ങൾ വന്നുകൊണ്ടിരിക്കട്ടെ. മനസ്സ സദാ ഈ സേവനത്തിൽ ബിസിയായിരിക്കണം. ഏതുപോലെ വാചാ സേവനത്തിൽ ബിസിയായിരിക്കുന്നതിൻ്റെ അനുഭവിയായി കഴിഞ്ഞു. അഥവാ സേവനം ലഭിക്കുന്നില്ലെങ്കിൽ സ്വയം ഒഴിഞ്ഞവരായി അനുഭവിക്കുന്നു. അതേപോലെ ഓരോ സമയവും വാണിയോടൊപ്പം മനസ്സാ സേവനം സ്വതവേ നടന്നുകൊണ്ടിരിക്കട്ടെ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. മസ്തകമധ്യത്തിൽ ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ തിളങ്ങുന്ന എൻ്റെ ആത്മനക്ഷത്രത്തിൽ നിന്നും തേജസ്വി കിരണങ്ങൾ നാനാഭാഗത്തേക്കും വ്യാപിക്കുകയാണ്. ഈ ദേഹി അഭിമാനി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യവേ ഞാൻ ബാബ്ദാദയുടെ മധുരമായ സാന്നിധ്യം അനുഭവിക്കുന്നു. എൻ്റെ ദിവ്യ നേത്രത്തിലൂടെ ബാബ്ദാദയെ ഞാൻ സ്പഷ്ടമായി മുന്നിൽ കാണുകയാണ്.
ബാപ്ദാദയിൽ നിന്നും എൻ്റെ നേർക്ക് വരുന്ന പവിത്ര സ്നേഹത്തിൻ്റെ ദൃഷ്ടി എന്നെ സമ്പന്നവും സന്തുഷ്ടവും ആക്കുകയാണ്. ബാപ്ദാദയുടെ വരദാനി ഹസ്തം ഞാൻ എൻ്റെ ശിരസിൽ അനുഭവിക്കുകയാണ്. ബാപ്ദാദയുടെ ഹസ്തത്തിൽ നിന്നും ശക്തികളുടെ വൈബ്രേഷൻസ് എന്നിൽ ഉൾക്കൊള്ളപ്പെടുന്നു. ഈ ശക്തിശാലി സ്ഥിതി അനുഭവിക്കവേ ഒരു സെക്കൻഡിൽ എൻ്റെ ദിവ്യബുദ്ധിയിലൂടെ ഞാൻ പരമധാമത്തിൽ എത്തിച്ചേരുകയാണ്. ഈ വിദേഹി അവസ്ഥയിൽ സ്ഥിതി ചെയ്യവേ പരമധാമത്തിൽ മധുരമായ ബാബയുടെ ദിവ്യ തേജസ്വി സ്വരൂപം എൻ്റെ ദിവ്യ നേത്രത്തിലൂടെ ഞാൻ കാണുകയാണ്. ആ മഹാശക്തിയുടെ ദിവ്യ സാന്നിധ്യം എൻ്റെ ദിവ്യബുദ്ധിയിലൂടെ ഞാൻ അനുഭവിക്കുന്നു. സർവശക്തിവാനായ ശിവ് ബാബ എന്നിലേക്ക് തൻ്റെ സർവശക്തികളും വർഷിക്കുകയാണ്. പരമാത്മാ ശക്തികളുടെ തേജസ്വി കിരണങ്ങൾ എന്നെ സർവശക്തി സ്വരൂപമാക്കി മാറ്റുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിലിരുന്നു കൊണ്ട് ഞാൻ മുഴുവൻ ലോകത്തിലെ ആത്മാക്കൾക്കും പ്രകൃതിക്കും സദോ പ്രധാനതയുടെ ഈശ്വരീയ ശക്തി പകർന്നു നൽകുകയാണ്. സർവ ആത്മാക്കളിലും പ്രകൃതിയിലും സദോ പ്രധാന അവസ്ഥ എമർജ് ആകട്ടെ.